ഇന്നത്തെ ദിവസത്തിലൊരു പ്രാധാന്യം പ്രേക്ഷകർ അറിയണം. 16ാമത്തെ നിയമസഭ ഇന്ന് കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തിനാ നമ്മുടെ നിയമസഭ? ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അറിയാനും ചോദിക്കാനും പറയാനുമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ 16ാമത്തെ നിയമസഭയിലെ അവസാനത്തെ സെഷനുകളിൽ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അതുകൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവത്തുള്ളൂ. ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. ഏതിനെക്കുറിച്ചാ? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിനൊരു കടലാസ് അനക്കിയിട്ടില്ല 16ാമത്തെ സഭയിലെ അവസാനത്തെ ബഡ്ജറ്റ് സെഷനുമായി ബന്ധപ്പെട്ട്. ബഡ്ജറ്റ് ചർച്ച ചെയ്യാതെയാണ് ഈ നിയമസഭ പിരിയുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യപ്പെടരുത് എന്ന് നിർബന്ധമുള്ള പ്രതിപക്ഷത്തിന്റെ വാശിയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. അതുകൊണ്ട് എന്താ, സഭയിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യമേ അങ്ങ് പറയും, സഭയിലെ എല്ലാ നടപടികളും ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുമോ, നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ നാളിതുവരെയുള്ള ചരിത്രത്തിൽ 48 അടിയന്തര പ്രമേയങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിൽ 18 അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്തത് ഈ 16ാമത്തെ നിയമസഭയാണ്. 48ൽ 18 എന്ന് പറഞ്ഞാൽ 1/3. അത്രയും അധികം ചർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തി വന്ന സർക്കാരും ആ ഓരോ ചർച്ചയിൽ നിന്നും ഓടി ഒളിച്ച പ്രതിപക്ഷത്തെയും ഒടുവിൽ അടിയന്തര പ്രമേയം എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ ഭയന്ന് നിൽക്കുന്ന, മടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിശ്വാസ പ്രമേയം പാസ്സാക്കാതെ ഈ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്ന് ഇറങ്ങിപ്പോവുക ചെയ്തത്. ഇന്ന് അവിശ്വാസ പ്രമേയം പാസ്സാക്കാതിരിക്കുന്നതിന് ന്യായീകരണവുമായി വന്ന പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവിന്റെ വാചകം ഞാൻ ഇങ്ങനെ വായിക്കാം: അവിശ്വാസം കൊടുത്താൽ 3 മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കും, അങ്ങനെ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കരുത് എന്ന് കരുതിയാണ് നൽകാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ് പറയാണ്, അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നാൽ മുഖ്യമന്ത്രി 3 മണിക്കൂർ പ്രസംഗിക്കും, അത് ഭയന്നെന്ന വാക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നില്ല. അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അത് സർക്കാർ എടുത്തങ്ങ് ചർച്ച ചെയ്ത് കളയും, ഞങ്ങളെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് കളയും, അതുകൊണ്ട് ഞങ്ങൾ അടിയന്തര പ്രമേയവും ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല. ചോദ്യോത്തരവേളയിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം, സബ്മിഷനായിട്ട് അവതരിപ്പിക്കാനുള്ള അവസരം, അപ്പോഴും സർക്കാർ കാര്യങ്ങൾ വിശദീകരിച്ചു കളയും, അതുകൊണ്ട് ഞങ്ങൾ സബ്മിഷനായിട്ട് അത് ഉന്നയിക്കുന്നില്ല, പ്രമേയങ്ങളായി കൊണ്ടുവരുന്നില്ല, ചോദ്യങ്ങളായി കൊണ്ടുവരുന്നില്ല. പകരം എന്ത് ചെയ്യും? ഡൈസിലേക്ക് ഇറങ്ങുക, ഒറ്റ ഉത്തരം എന്താണ്? സ്വർണ്ണക്കൊള്ള, പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ള പാട്ടുപാടുക. പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ള പാട്ടുപാടി 16ാമത്തെ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഡ്ജറ്റ് സെഷന്റെ സമയമേറിയ പങ്കും കളഞ്ഞ പ്രതിപക്ഷം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേമ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മേലിട്ട ഒരു വലിയ തടസ്സത്തെയാണിന്ന് സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഈ സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിനെ എങ്ങനെയാണ് മുടക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കുക. സർക്കാർ ഒന്നും പറയുന്നത് ജനങ്ങളിലേക്ക് എത്തരുത്, ഈ ഒറ്റ കാര്യമേ ഉള്ളൂ കേട്ടോ. നേരത്തെ സ്മൃതി പറഞ്ഞു കേട്ട് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്ന ദിവസമാണിത്. മോഹൻലാല് മുഖ്യമന്ത്രി അഭിമുഖം നടത്തുന്ന സമയത്ത് അതൊരു PR വർക്കായിട്ട് തോന്നും. പക്ഷേ ഒരു ഓട്ടോ യൂട്യൂബറുടെ കൂടെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോഴും യൂട്യൂബർമാർക്ക്, വ്ളോഗർമാർക്ക് പ്രതിപക്ഷ നേതാവ് അഭിമുഖം കൊടുക്കുമ്പോഴും അത് PR ആയിട്ട് തോന്നത്തില്ല. തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്, സർക്കാർ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക. നമ്പർ 1. അതിന് പ്രതിപക്ഷം നിയമസഭയിൽ ശ്രമിച്ചു. നിയമസഭയ്ക്ക് പുറത്ത് സർക്കാർ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ എത്തുന്ന സമയത്ത് ഉടനെ ഒരൊറ്റ അടിയാണ്, PR വർക്കാണ് എന്നാണ്. ആ PR വർക്ക് നിങ്ങൾക്കതല്ലേ പറയാനുള്ളൂ, എന്തിനാണ് അസ്വസ്ഥത? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, PR വർക്കാന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുക. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് എന്താ പറഞ്ഞത്? ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. KSUവിന്റെ നേതാവ്, പലപ്പോഴും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് KSU നേതാക്കളുടെ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് KSU നേതാക്കളെ കുറച്ച് പറയുന്നില്ല, അവരുടേതായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ കോൺഗ്രസുകാർക്ക് കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാട് വേണ്ടേ? ഒരു ക്ഷേമ രാഷ്ട്രീയം, ഒരു ക്ഷേമ സർക്കാർ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ അഭിപ്രായം എടുത്ത പദ്ധതിയെക്കുറിച്ച് ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിന് എന്താ തെറ്റ്? നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത്. അതൊരു പാർട്ടി പരിപാടിയാണ്, അതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. അത് സർക്കാർ ഏറ്റെടുക്കുമ്പോഴാണ് നയമാകുന്നത്. ആ നയം ഏറ്റെടുത്ത് ആ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു കർമ്മസേനയെ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടിയും നടത്തിയതായി ജനങ്ങളിൽ എത്താൻ പാടില്ല. ആരാ പറഞ്ഞത് ലൈഫ് മിഷൻ പിടിച്ചുവിടുമെന്ന്? UDFന്റെ പഴയ കൺവീനറാ. ലൈഫ് മിഷൻ ഇന്നത്തെ ദിവസം എത്ര വീട് കൊടുത്തെന്നറിയാമോ? 5,364,000, 6 ലക്ഷത്തിലധികം ആളുകളുടെ അപേക്ഷ. 5,364,000 പേര് ഇന്നത്തെ ദിവസം കൂരയ്ക്ക് കീഴിൽ സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, ഒരു ദിവസം 140, ഓരോ 10 മിനിറ്റിലും ഒരു വീട് ഉയർന്ന പദ്ധതിയാണ് ലൈഫ്. ആ പദ്ധതിയെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ്. ഇന്നിപ്പോ വയനാട് തുരങ്കപാതയുടെ 2ാമത്തെ ക്ലിയറൻസ് കിട്ടി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തുരങ്കപാതയൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാ.
ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ദേശീയപാതയൊന്നും ഇതേ വീതിയിൽ നടപ്പിലാക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി അടക്കമുള്ള പദ്ധതികളുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ അനുവദിക്കത്തില്ല കേട്ടോ. അതിനുശേഷം ഒടുവിൽ കിഫ്ബിയെ കുറിച്ച് പറയുമ്പോൾ രമേശ് ചെന്നിത്തല കിഫ്ബിയെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ ഓരോന്നിനെയും തുരങ്കം വയ്ക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തെ ഇന്ന് സർക്കാർ വിശേഷിപ്പിച്ചത് നശീകരണ പ്രതിപക്ഷമെന്നാണ്. അതാണ് ക്രിയാത്മകമാകേണ്ട പ്രതിപക്ഷം. നശീകരണ പ്രതിപക്ഷമായി മാറിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ക്ഷേമ സർക്കാരിന് ഈ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കാൻ അവകാശമുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവിട്ടൊരു ക്ഷേമ പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെ ജനങ്ങളിലെത്തി എന്ന് അറിയേണ്ടതില്ലേ? അതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഗവേണൻസിന്റെ ഏറ്റവും പുതിയ രീതി തന്നെയാണത്. അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് കണ്ടറിയാം. പക്ഷെ ഇത് കണ്ടറിയാൻ പോലും പ്രതിപക്ഷം നിയമസഭയിൽ ഇത് പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. പ്രതിപക്ഷം ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം അത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്.